ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന കോലാഹലങ്ങളൊക്കെ കണ്ടു കാണും. കേരളത്തിൽ ആകപ്പാടെ ഒരു കോർപ്പറേഷനേ ഉള്ളൂ, തിരുവനന്തപുരം കോർപ്പറേഷൻ. 3 MLA മാരേ ഉള്ളൂ. അത് രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, പിന്നെ ബി ഗോപകുമാർ. ഒരൊറ്റ MP മാത്രമേ ഉള്ളൂ, സുരേഷ് ഗോപി. മാധ്യമങ്ങളെല്ലാം ഇവരുടെ പുറകെയാണ്, ഇവരെന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ച് നടക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ UDF-ന്റെ കൗൺസിലർ ആയിട്ടുള്ള, UDF-ന്റെ ടീം ലീഡ് ആയിട്ടുള്ള ശബരിനാഥ് അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രഹസനമാണ് കാഴ്ചവെച്ചത്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ ശിവൻകുട്ടി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ദേശാഭിമാനി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. UDF B ടീമാണെന്ന്, BJP-യുടെ. എന്നിട്ട് അടികൊണ്ട് കിളിഞ്ഞിരിക്കുന്ന ഈ ശബരിനാഥനെ കാണാൻ ശിവൻകുട്ടി എത്തി കൈ കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. BJP-യുടെ B ടീമാണല്ലോ UDF. അത് ഇവര് ഒന്നിച്ചൊരു ഇന്ത്യ സഖ്യമായി അവിടെ മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഈ സുഗതന്റെ കേസും ചൊല്ലിയാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ സഭ ഇവരെ അലങ്കോലപ്പെടുത്തിയത്. എന്നിട്ട് ഇവര് അവസാനം പറഞ്ഞ കാര്യം, 400 അജണ്ടകൾ, 400 500 അജണ്ടകൾ ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. ഒന്നും ചർച്ച ചെയ്യാതെ മേയർ 2 മിനിറ്റിനുള്ളിൽ എല്ലാം പാസ്സാക്കി മേയർ സ്ഥലം വിട്ടു. മേയർക്ക് മനസ്സിലായി. കാരണം മേയർ വന്നപ്പോ തന്നെ ഇവന്മാര് അജണ്ട ചർച്ച ചെയ്യാനൊന്നുമല്ല, ഇവന്മാര് നടുക്കളത്തിൽ ഇറങ്ങി പ്ലക്കാർഡും പൊക്കി പിടിച്ച് മുണ്ടൂരി കാണിക്കാനുള്ള ഒരു തത്രപ്പാടി നിന്നതാ. ഇന്നലത്തെ ആ ഒരു അടിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മേയറെ ഒരിടത്തും നമ്മൾ കാണാനായിട്ട് സാധിച്ചില്ല. മേയർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പെണ്ണ് കേസ് മേയറുടെ തലയിൽ വന്നതന്നെ. 3 പേർക്ക് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അവര്. ഉടുപ്പ് വലിച്ചൂരി, ബ്ലൗസ് വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മേയർക്ക് അതറിയാം. മേയർ എന്ത് ചെയ്തു, ഇത് നടക്കില്ല എന്ന് കണ്ട് മേയർ എല്ലാം പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മേയർ ഉടനെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ രജിസ്റ്റർ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംഘടനമാണ് അവിടെ ഉണ്ടായത്. രജിസ്റ്റർ ബുക്കിൽ സുഗതന്റെ ഒപ്പ് ഇവര് കൃത്രിമമായിട്ട് ഇടും എന്ന് ശബരിനാഥൻ പറയുന്നു. അത് പൊളിഞ്ഞുപോയി. അപ്പൊ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചു, അപ്പൊ തന്നെ അത് പൊളിഞ്ഞുപോയി. പിന്നെ പറഞ്ഞു ഈ രജിസ്റ്റർ ബുക്കിലെ ഈ സുഗതന്റെ ഒപ്പില്ലാത്ത ഭാഗം കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, അല്ല അങ്ങനെ കീറിക്കളഞ്ഞ ഇത് കോടതി കാണിക്കണ്ടേ? അപ്പൊ കോടതി ചോദിക്കില്ല, അവിടെ ഇരിക്കുന്ന ജഡ്ജി എന്താ, ജഡ്ജിക്ക് അന്ധനാണോ ജഡ്ജി? അപ്പൊ അത് പൊളിഞ്ഞു പോയെന്ന് മനസ്സിലാക്കിയ ശേഷം ഇവര് അടുത്ത ആ സ്പോട്ടിൽ തന്നെ അടുത്ത കള്ളം പറയുകയാണ്. അത് ഈ സുഗതൻ ഒപ്പിടാത്തത് കൊണ്ട് ഒരു UDF MLA-മാരും UDF കൗൺസിലർമാരും ഒപ്പിടണ്ട എന്ന് പറഞ്ഞ് ഈ രജിസ്റ്റർ ഞങ്ങൾക്ക് തരുന്നില്ല. രജിസ്റ്റർ തരാതിരിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? രജിസ്റ്റർ എന്തിന്, അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ എന്തിനു അവിടെ കൊണ്ടുവന്നു? ഇപ്പൊ CPM ഒക്കെ ആണെങ്കിൽ എന്ത് പറയും, രജിസ്റ്റർ അവിടെ കൊണ്ടുവരികയില്ല. എന്നിട്ട് അവര് മാധ്യമങ്ങൾക്ക് പുറത്തിറങ്ങി ഭംഗിയായിട്ട് പറയും രജിസ്റ്റർ പട്ടി കഴിച്ചുകൊണ്ട് വരുന്നു. ആ കള്ളത്തരം പറഞ്ഞ് മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ഫലിപ്പി, അല്ലെങ്കിൽ രജിസ്റ്റർ പെരിച്ചാഴി കരണ്ടു എന്നൊക്കെ അവർ പറയും. അങ്ങനത്തെ ഉള്ള പഴയ കാലത്തെ യുദ്ധമുറകളാണ് അവർ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്യാവുന്നത്, അതെല്ലാം പൊട്ടിപ്പോയി. അവസാനം അവിടെ നിൽക്കുന്ന ചെമ്പഴന്തി ഉദയം വന്ന് രജിസ്റ്റർ പിടിച്ചു വാങ്ങിച്ചു. കാരണം ഈ 101 ആൾക്കാർക്ക് ഒപ്പിടണമെങ്കിൽ 1 മുതൽ 2 മണിക്കൂർ വരും. ഇതിനകത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, ഇയാളെ രജിസ്റ്റർ കൊടുക്കുന്നില്ല. അവസാനം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു സംഘടന ഉണ്ടാവും. അതുകൊണ്ട് BJP കൗൺസിലർമാരൊക്കെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. വലിയ രജിസ്റ്ററും കൊടുക്കുന്നില്ല. അയാൾ ഒന്ന് പിടിച്ചു വാങ്ങിച്ചു, അടിയായി, അതിഭീകരമായിട്ടുള്ള ബഹളമായി. അതിന്റെ ഇടയിൽ UDF കൗൺസിലർ ചൂടുവെള്ളം കോരി പാപ്പനക്കോട് സജിയുടെ മുഖത്ത് ഒഴിച്ചു. പാപ്പനക്കോട് സജി അപ്പൊ തന്നെ ചൂടുവെള്ളം എടുത്ത് തിരിച്ചൊഴിച്ചു. വലിയ വിവാദമാണ് ഇവിടെ ഉണ്ടായത്. ഭയങ്കരമായിട്ടുള്ള ഇതാണ്. ഒരു തരത്തിലും ഭരിക്കാൻ അനുവദിക്കില്ല. സുഗതനെ, എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ സുഗതൻ പുറത്തു വരില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശബരിനാഥൻ പറയുന്നത്. ശബരിനാഥൻ ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയോ എന്നുള്ള എന്റെ ഒരു ചോദ്യമുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ കോർപ്പറേഷന്റെ ഭരണം എന്തായി തീരുമെന്നുള്ള ചോദ്യം കൂടെ ഉണ്ട്. അതിൽ തന്നെ പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്തെ വിവിധ പാർലമെന്റുകളിൽ നടക്കുന്ന സംഭവങ്ങൾ റീൽസിലൊക്കെ കണ്ട് രസിക്കുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും രസിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു കാലം പോയി. ഇന്ത്യൻ പാർലമെന്റിലും ഉണ്ടായിരുന്നു ഇതേപോലെ. പക്ഷെ നരേന്ദ്രമോദി കയറിയതിനു ശേഷം ഇന്ത്യൻ പാർലമെന്റ് കുറച്ച് ശുദ്ധമായി. അവിടെ ഈ അലമ്പ് പണിയൊന്നുമില്ല. ഈ പ്ലക്കാർഡ് കൊണ്ടുവരിക, പേപ്പർ കയറി എറിയുക, എന്നിട്ട് ഉണ്ട് ചെറുതായിട്ടൊക്കെ പേപ്പർ കയറി എറിയുക, ഈ മേശപ്പുറത്തിട്ട് അടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഉള്ള പരിപാടികളുണ്ട്. പക്ഷെ ഇപ്പം ഈ TVകളും കാര്യങ്ങളും ഒക്കെ, ക്യാമറകളൊക്കെ അവിടെ വരികയും ജനം അത് കണ്ടുകൊണ്ടിരിക്കുകയും പിന്നെ എന്തോ ഒരു സ്റ്റാൻഡേർഡായി. അങ്ങനത്തെ അലമ്പ് പരിപാടികളൊന്നും ഇപ്പോൾ അവിടെ അനുവദിക്കാതായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ഡീസന്റായി. നമ്മൾ പല നിയമസഭകളും മുമ്പ് കയ്യാങ്കളിയുടെ പക്കത്തെത്തിയത് UP, ബീഹാർ തുടങ്ങിയ നിയമസഭ, ജാർഖണ്ഡിലൊക്കെ പൊരിഞ്ഞടി വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇപ്പൊ ഡീസന്റായി. അപ്പോഴും അപമാനമായിട്ട് കേരളത്തിന്റെ നിയമസഭയായിരുന്നു. നമ്മൾ കണ്ടതാ കുറച്ചു നാൾക്ക് മുമ്പ് നിയമസഭയുടെ ഇത് തല്ലിപ്പൊളിക്കുന്നതൊക്കെ. അത് കാലഹരണപ്പെട്ട ഒരു സമരമാർഗ്ഗമാണ്. അത് ജനത്തിന് താല്പര്യമില്ല. കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട്, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കാം. നമ്മൾ ഈ അടുത്ത് കുറച്ചു നാൾക്ക് മുമ്പ് വൈറലായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് ഗ്രീസിന്റെയോ മറ്റോ ആണെന്ന്, അതോ നെതർലാൻഡിന്റെയോ മറ്റോ ആണ്. അവിടുത്തെ ഒരു MP, ന്യൂസിലാൻഡിന്റെ ഒരു MP, ഒരു യുവതി, അവര് ഗോത്രവർഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ജയിച്ചു വന്നത്. അവർ ഗോത്രവർഗത്തിന്റെ ഒരു പ്രതിഷേധ ഗാനം ആലപിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു രംഗമാണ്. അത് ഭയങ്കരമായിട്ട് തന്നെ വൈറലായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. അത് നല്ലൊരു കാര്യമാണ്. അതായത് മറ്റുള്ളവരുടെ, അതെല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഒരു രസം. അതായത് ഈ അലമ്പ് പണിയല്ല, അടിയും പിടിയും ചെരിപ്പേറും ഒന്നുമല്ല. ജനശ്രദ്ധ ആകർഷിച്ചതാണ്. കാരണം അത് അവരാർക്കും ഒരു ശല്യമല്ല. അവരൊരു നൃത്ത ചുവടുകളോട് കൂടിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്.
അപ്പം ഇതൊക്കെയാണ് ഇപ്പൊ പുതിയൊരു സമര രീതി എന്ന് പറയുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടത് വെറും പ്രത്യേകിച്ച് ഈ ശബരിനാഥൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ പണിക്ക് ഈ മീൻസ് ഏതാ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നയിക്കാൻ ഒരിക്കലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ് ശബരിനാഥ്. കാരണം അദ്ദേഹത്തെ ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടാണ് എല്ലാവരും കാണുന്നത്. കാരണം അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, വിദ്യാസമ്പന്നൻ, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണെങ്കിൽ തന്നെയും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇതുവരെ പോയിരിക്കുന്നത് കാര്യങ്ങളെല്ലാം. നമ്മൾ അങ്ങനെ അലമ്പ് പരിപാടികൾക്കൊന്നും ശബരിനാഥന്റെ മോശം സ്റ്റേറ്റ്മെന്റുകളോ അടിപിടിയോ ബഹളത്തിലോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നലെ ശബരിനാഥൻ അവിടെ ഒരു ഹീറോ പരിവേഷത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണോ എന്നറിയില്ല. കോൺഗ്രസ് അധികാരത്തിൽ കയറിയിട്ടുണ്ട്, അപ്പൊ ഞാനൊരു ഹീറോ ആകാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു നാടകമാണോ എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റും. കാരണം നമ്മൾ ഓരോ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും നമ്മൾ ഓരോ വിലയിട്ടിട്ടുണ്ട് ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കും. ഈ രാഷ്ട്രീയ നേതാവ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇന്നതൊക്കെ വരൂ, ഈ രാഷ്ട്രീയ നേതാവ് ഗുണ്ടയാണ്, ഈ രാഷ്ട്രീയ നേതാവ് മാഫിയ തലവനാണ് എന്ന് കേരളത്തിലെ ജനം കൃത്യമായി തന്നെ റാങ്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ റാങ്ക് ഉണ്ട്, 5 സ്റ്റാറും 4 സ്റ്റാറും 3 സ്റ്റാറും ഒക്കെ ഉണ്ട്. ഇപ്പൊ ശിവൻകുട്ടിയെ കാണുന്നത് പോലെയല്ല ജി സുധാകരനെ കാണുന്നത്, ജി സുധാകരനെ കാണുന്നത് പോലെയല്ല വി ഡി സതീശനെ കാണുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. അപ്പോ ശബരിനാഥിനെ നമ്മൾ ആ ഒരു നിലയിലേക്ക് കണ്ടെങ്കിൽ ശബരിനാഥ് ഇന്നലെ കാണിച്ചത് വെറും, കാരണം അദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് ഈ സംഘർഷ സ്ഥലങ്ങളിൽ വന്നിട്ട് എല്ലാവരെ സമാധാനപ്പെടുത്തി വിടുന്ന ഒരു മനുഷ്യനായിട്ടും ഒപ്പം തന്നെ ഈ വികസന കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള മനുഷ്യനായിട്ടും ഒക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ പാടെ മറിഞ്ഞിട്ട് ഇന്നലെ കാണിച്ച പേക്കു എന്താണ് സംഭവിച്ചെന്ന് പിടുത്തം ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം പുള്ളിക്ക് അത് സത്യത്തെ ഇത് കലക്കുന്നത് ഇപ്പൊ ഒരു ആദ്യമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഈ പാർലമെന്റ് ആയാലും നിയമസഭയായാലും ഈ കൗൺസിൽ യോഗമൊന്നും ഇപ്പൊ അടി നടക്കുന്ന കേരളത്തിൽ ഇപ്പൊ ആദ്യത്തെ തിരുവനന്തപുരം ആദ്യമല്ലോ, ഒരുപാട് കോർപ്പറേഷനിൽ അടിയും ബഹളമൊക്കെ നടത്തും. തൃശ്ശൂരൊക്കെ മിക്കവാറും ഒക്കെ ഇടിയും ബലവാസവലിയുമാണ്. പക്ഷെ അതൊക്കെ നടത്തണമെങ്കിൽ അതിന് തന്നെ ഒരു പ്രത്യേക കഴിവുണ്ടാകണം. ആ കഴിവ് അദ്ദേഹത്തിന് ഇല്ല. കാരണം അതാ ഞാൻ പറഞ്ഞത്, ഓരോ നേതാക്കൾക്കും ഓരോ കഴിവുണ്ട്. അതിനുള്ള കപ്പാസിറ്റിയോ കഴിവോ ഇല്ലാത്തൊരു നേതാവാണ് പിന്നെ ഈ പറയുന്ന ശബരിനാഥ്. ഇനി അതിനുള്ള അംഗബലം ആ കോർപ്പറേഷനിൽ കോൺഗ്രസിനുണ്ടോ? അതുമില്ല. ഇതാണ് അവരുടെ ഒരു പോരായ്മ. അത് വെച്ചിട്ട് ഒരു ഷോ, അതായത് ഇത്രയും ക്യാമറകളുണ്ട്, അത് വെച്ചിട്ട് നടക്കും. ഇനി ഈ പറയുന്ന സുഗതന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ കഴിഞ്ഞ ദിവസം, അതായത് ഈ കോർപ്പറേഷൻ യോഗം നടക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീ BV രാജേഷിനെ കുറിച്ച് വിശദമായി പറഞ്ഞു. ഈ ബുക്കിൽ ഒപ്പിടുന്നത് മാത്രമല്ല ഒപ്പ്, ഡിജിറ്റൽ ഉണ്ട്, പിന്നെ മറ്റേതോ 3 തരത്തിലുള്ള ഒരു അറ്റൻഡൻസ് ആണ് ഈ ഒരു കോർപ്പറേഷൻ അംഗം അവിടെ പങ്കെടുത്തോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന കാര്യം. അവിടെ ഒരു രജിസ്റ്ററിൽ ഒപ്പിട്ടാലല്ലേ ഇല്ലെങ്കിലോ എന്താണ്? ഇപ്പൊ സുഗതൻ ജയിലിൽ കിടക്കുന്ന സുഗതന്റെ കള്ളവെപ്പ് എങ്ങനെ ഇടാൻ പറ്റും? കോടതി എന്താ പൊട്ടന്മാരാണോ? അവര് നോക്കത്തില്ല. ഇവിടെ ജയിലിൽ കിടക്കുന്നവൻ വന്ന് ഇങ്ങനെ ഒപ്പിട്ടു എന്ന് ചോദിക്കുന്നു, ഒപ്പിടാൻ പറ്റും. BJP-ക്കാരെന്താ ഈ പൊട്ടന്മാരാണോ ഇങ്ങനെ ഒരു കള്ള ഒപ്പിടാൻ വേണ്ടിട്ട്? അപ്പൊ ബാലിശ്യമായ ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ എന്താ പറയുന്നത്, വെറുതെ ഒരു ബഹളം ഉണ്ടാക്കി. ആ ഇടതുപക്ഷം വളരെ ബുദ്ധിപൂർവ്വം, കാരണം അവർ ആദ്യത്തെ ദിവസം ഒരു ടെസ്റ്റ് ഡോസ് നടത്തി. ഇടതുപക്ഷം തൊഴിയും പിടിയും ബഹളവും ഒക്കെ ആയി, മേയർ ഹോസ്പിറ്റലിലായി, അവരുടെ പിന്നെ 2-3 കൗൺസിലർമാർ ഹോസ്പിറ്റലിലായി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഈ ജനത്തിന്റെ ഒരു പൾസ് അവർക്ക് മനസ്സിലായി. കാരണം ഇവർ ഇടുന്ന ഫോട്ടോയിലും അവരുടെ പിന്നെ BV ജോയി തന്നെ, അവരുടെ ഈ നേതൃത്വം നൽകിയ ജോയി തന്നെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് താഴെയൊക്കെ വന്ന് നല്ല തെറി വിളിച്ചാൽ തുറന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി ജനത്തിന്റെ പൾസ്. എടാ, ഈ അലമ്പ് പണിക്ക് പോകരുത്, ജനങ്ങൾക്ക് ഇഷ്ടമല്ല, അതെന്റെ ഒരു പൾസാണ്, ഞങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്നും പിന്തുണ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയുള്ളൂ. ഇന്നലെ അവർ അടങ്ങി ഒതുങ്ങി നിന്നു. അവർ ഇതിനകത്തുകൊണ്ട് തല വെച്ചില്ല. ശ്രദ്ധേയമായ കാര്യം, അവർ 29 പേരുണ്ട്. അവന്മാർ ഇത് തല വെച്ചില്ല, സ്കൂട്ടായി. കാരണം അവന്മാർക്ക് ഈ ഒരു പണി കിട്ടിയതേ ഉള്ളൂ 2 ദിവസം മുമ്പ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ പണിക്ക് അവർ ഇറങ്ങാൻ. എന്നാൽ ഇതിൽ നിന്ന് കോൺഗ്രസ് ഒരു പാഠം പഠിച്ചില്ല അവരതിന്. ഇനി കോൺഗ്രസ്സുകാരും LDF-കാരും അറിയാൻ പറയുന്നതാണ്, BJP-ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയത് BJP കേരളത്തിലെ ഒരു നേട്ടമായിട്ടല്ല അവതരിപ്പിക്കുന്നത്, അവർ നാഷണൽ ലെവലിൽ ഒരു നേട്ടമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നരേന്ദ്രമോദി തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പേര് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ തല പോകുന്നെന്ന് പറഞ്ഞാലും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം മറിച്ചിടാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അതിന് വേണ്ട ഒരു ഫുൾ ഫ്ലെഡ്ജ് സഹായം അവരുടെ കേന്ദ്രത്തിൻ്റെതായാലും അവരുടെ ഈ രാജ്യം മുഴുവനുള്ള പാർട്ടി സംഘടനാ സെറ്റപ്പ് ആയാലും അവരതിനെ അനുവദിക്കില്ല. കാരണം BJP നമുക്കൊരു ചെറിയ പാർട്ടിയായിട്ട് കാണാൻ കഴിയില്ല. നിമിഷ നേരം കൊണ്ട് നിപ്പില് ഭരണം പിടിക്കുന്ന പാർട്ടി അവര്. എപ്പോഴാണ് ആരെയാണ് പിളർത്തുന്നത് പോയിട്ട് തകർത്ത് തന്നെ കളഞ്ഞിരുന്നിരിക്കും. നമ്മൾ കണ്ടതാ, പടുകൂറ്റൻ പാർട്ടികളൊക്കെ നിപ്പിൽ ഇല്ലാതാക്കി കളയുന്ന ഒരു പാർട്ടിയാണ്. ഇലക്ഷന് 3 ദിവസം മുമ്പായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ പൊക്കി അവന്മാർ അകത്തിട്ടത്. ആരെങ്കിലും ചിന്തിക്കുന്ന പണിയാണോ അത്? നമ്മളാണെങ്കിൽ ചെയ്യുമോ? എടാ, ഇലക്ഷന് 3 ദിവസമേ ഉള്ളൂ, ഒരു അലമ്പ് പണിയല്ലേ, പുള്ളിയായിട്ട് അകത്തിട്ട് ജനമെതിരാകില്ലേ? അവരതൊന്നും ചിന്തിച്ചില്ല. ഇട്ടിട്ട് അവരവിടെ പിടിച്ചെടുത്തു, ദില്ലി പിടിച്ചെടുത്തു. അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതെ ആം ആദ്മി പാർട്ടി ചിഹ്ന ഭിന്നമായപ്പോൾ അവര് ആ ഒരു ഭരണം. അതാ ഞാൻ പറഞ്ഞത്, ഈ അധികാരം നിലനിർത്താനും അധികാരം പിടിക്കാനും അവരോളം
പണി അറിയാവുന്നവർ ഇന്ന് ഇന്ത്യയിലില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ തൊട്ടിത്തരത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ഡീനുകളാണ് അവന്മാര്. ആ അവന്മാരുടെ മുട്ടാൻ പോകുമ്പോൾ ഞാനത് സിമ്പിളായിട്ട് തന്നെ പറയുക. നമ്മൾ പൊളിറ്റിക്സ് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. BJP ഒരു മഹത്തായ പാർട്ടി എന്നല്ല അവർ കാണിച്ചിരിക്കുന്ന. കാരണം ഞാൻ കാശ്മീരിൽ PDP, മെഹബൂബ മുഫ്തിയുടെ PDP നാഴിക്ക് 40 മുഫ്തിയെ തീവ്രവാദി എന്ന് വിളിച്ചോണ്ടിരുന്നവരല്ലേ. അവരെന്താ സംഭവിച്ചു? 2016 വന്നപ്പോഴത്തേന് ഒന്നിച്ചിരുന്ന് ഭരിച്ചു 4 വർഷം. ആ 4 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ഷാ നോക്കണ്ട. ഇന്ന് മെഹബൂബ മുഫ്തി എവിടെയാ? വീട്ടിൽ ഇരിക്കുക. പാർട്ടി പോയി. ഇവന്മാർ അവരെ എടുത്തിട്ട് വിഴുങ്ങി കംപ്ലീറ്റ് ആക്കി. ഇപ്പൊ പ്രതിപക്ഷമായി. ഇനി ഭരിക്കും. അടുത്ത് അധികം വൈകാതെ ഒമർ അബ്ദുള്ളയെ കൂടെ പതുക്കെ ചുരണ്ടി ഇപ്പുറത്താക്കിക്കൊണ്ട് കാശ്മീർ ഭരിക്കുന്നതാണ്. അതവർ ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ അവരുടെ അങ്ങനെ അത്രയും സജ്ജമായിട്ട് നിൽക്കുന്ന അവന്മാരെ നേരിടാനായിട്ട് ഒരു കപ്പാസിറ്റിയും ഇല്ലാത്ത നേതാക്കളും ഒരു കപ്പാസിറ്റിയോ ഇല്ലെങ്കിൽ അതിനുള്ള സ്ട്രക്ചറോ ഇല്ലാത്ത ഇപ്പൊ അല്പമെങ്കിലും അവന്മാരെ നേരിടാനുള്ള സ്ട്രക്ചർ ഈ കേരളത്തിലുള്ള CPM-ന് അവർ തന്നെ അടിപതറി നിൽക്കുക. അവർക്ക് അല്പമെങ്കിലും കപ്പാസിറ്റി ഉണ്ടാകുന്ന അവരെപ്പോഴേ തന്നെ ഈ VV രാജേഷിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവർക്ക് പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ അവരുടെ അടി ഇളകി നിൽക്കുന്നതുകൊണ്ടാണ്. അടിത്തറ പോലും ഇല്ലാത്തവന്മാരാണ് ഇന്നലെ ബഹളം ഉണ്ടാക്കിയത്. പോട്ടെ, CPM ആണ് അടി ഇളകി നിൽക്കുകയാണെന്ന് പറയാം. മറ്റവർക്ക് അടിത്തറ പോലും ഇല്ല. അവരാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആദ്യം UDF-ഉം LDF-ഉം മനസ്സിലാക്കേണ്ട കാര്യം, കോർപ്പറേഷൻ ഭരണം അവർ ഭരിക്കുന്നുണ്ടെങ്കിൽ, അവർ ജയിക്കുന്നുണ്ടെങ്കിൽ അവന്മാരുടെ കയ്യിൽ നിന്ന് ഈ 5 കൊല്ലത്തേക്ക് പോകത്തില്ല. ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇലക്ഷൻ നല്ല നടത്തിയാലേ പോകൂ. ഞാൻ പറഞ്ഞില്ല, ഈ ഭരണം നിലനിർത്താൻ വേണ്ടി നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ വീണ്ടും ആലോചിക്കുന്നു. എന്ത് തറക്കളി കളിക്കാനും ഇവർ ഇറങ്ങി പുറപ്പെടും. അതേത് രീതിയിലാണെങ്കിലും അതിനൊന്നും ഒരു മടിയോ കാര്യങ്ങളോ. ഇന്ന് മമത എവിടെ? BJP വെല്ലുവിളിച്ചോണ്ടിരുന്നു. എവിടെ പോയി? എങ്ങും പോയില്ല. ഇനി നോക്കിക്കോ, ഇവരുടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പൊ ഈ മമത ഇവരുടെ എതിരാണല്ലോ. മമതയെ തകർക്കുക വെച്ചതല്ലോ. അത്യാവശ്യം വന്ന ഇവർ മമതയും കൂടെ കൂട്ടും. അതാണ് ഇവരുടെ രീതി. DMK ഇവരുടെ കൂടെ ഉണ്ടായത് പോയത്. ഇപ്പൊ വീണ്ടും DMK ഇവരുടെ ചാരത്തേക്ക് വന്നു. ആന്ധ്രാപ്രദേശിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ നിർത്തിക്കൊണ്ട് പോകുന്ന പാർട്ടി നിങ്ങൾ ലോകത്തെവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ആന്ധ്രയിലല്ല, പലയിടത്തും ഉണ്ട് ഇവര്. ഞാൻ എപ്പോഴും അതിനെ പറയുന്നത്, ഭാര്യയും കാമുകയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ലോകത്ത് ഒരേ ഒരു പാർട്ടി BJP-യാണ്. നമുക്ക് ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് തന്നെ കാമുകയും കൂടെ ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ വലിയ പാടാ. വിദഗ്ധന്മാർക്ക് പറ്റാറില്ല, അവർക്കത് പറ്റും. ചന്ദ്രശേഖർ ഇവിടെ ജഗൻമോഹൻ റെഡ്ഡിയെയും നായിഡുവിനെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അതിന്റെ ഇടയ്ക്കൂടെ അവരുടെ സ്വന്തം കുഞ്ഞായ പവൻ കല്യാണിനെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതാണ് അവരുടെ ഒരു രീതി. ഒഡീഷയിലേക്ക് വരുമ്പോൾ ബിജു ജനതാദളിലെ ഒരു സൈഡ് അവർ ഭരിക്കുന്നുണ്ട്. രണ്ടും ഒരേപോലെ അവർ കൊണ്ടു നടക്കും. ഒരു സീറ്റാണ് അവർക്ക് നാഗാലാൻഡിലുള്ളത്, ഭരിക്കുന്നുണ്ട്. ഇപ്പൊ അവര് ഒറ്റ സീറ്റേ ഉള്ളൂ. ഒരു സീറ്റ് വെച്ചൊരു ദിവസമൊക്കെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അല്പം കൂടെ കപ്പാസിറ്റി വേണം, ഒരു ചങ്കൂറ്റം വേണം അതിന്. ഇങ്ങനെയുള്ള എല്ലാവിധ കലാപരിപാടികളും അറിയാവുന്ന ഒരു വലിയ ലോകോത്തര യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു പാർട്ടി. ആ പാർട്ടിയോട് നമ്മൾ ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒന്നൊക്കെ വേണം. അതുപോലെ ഇതുപോലുള്ള പൊറോട്ട് നാടകമൊക്കെ കളിച്ചാൽ നിൽക്കില്ല. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ശ്രീ VV രാജേഷാണ്. VV രാജേഷ് എത്രയോ വർഷക്കാലമായി ഈ തിരുവനന്തപുരം പൊളിറ്റിക്സിൽ, ട്രിവാൻഡ്രം പൊളിറ്റിക്സിൽ നിന്നിട്ട് അതിന്റെ അടിയൊഴുക്കുകൾ കംപ്ലീറ്റ് അറിഞ്ഞ് എല്ലാ കളവും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും VV രാജേഷിനെ തോന്നിയിട്ടുള്ളത്. അവിടുത്തെ ചെറിയ സ്ഥലത്തെ കുറിച്ചായാലും ഒരാളുടെ പേര് പറഞ്ഞ രാജേഷ് കൃത്യമായിട്ട് അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും. പൊളിറ്റിക്സിലുള്ളതോ ഇല്ലാത്തതായാലും അത്രയും കളി അറിയാവുന്ന ഒരുത്തനാണ് അവിടുത്തെ മേയറായിട്ടിരിക്കുന്നത്. അയാളൊക്കെ കളിച്ച് ജയിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ നിലവിലത്തെ ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആരുമില്ല. ഉണ്ടായിരുന്നു, മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രയും കപ്പാസിറ്റി ഉള്ള ആരുമില്ല. ശബരിനാഥൊന്നും ഈ അടുത്ത കാലത്തൊന്നും അത് പ്രതീക്ഷിക്കേണ്ട. ഏത് രീതിയിൽ കളിച്ചാലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതിനെ കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ ഇത്രയും നാള് ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ചെയ്ത് കൂട്ടിയ കുറെ കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും ഞാൻ അതിനകത്ത് വേറൊന്നും കാണുന്നില്ല. അവരുടെ വാഗ്ദാനമോ അവരെന്തെങ്കിലും ചെയ്തോ ചെയ്യാത്ത പോട്ടെ. ഒന്നാമത്തെ കാര്യം, ഈ മേയർ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 3 മണി തൊട്ട് 5 മണി വരെ കോർപ്പറേഷൻ ഓഫീസിൽ ഇരുന്ന് അവിടെ വരുന്ന ആളുകളുടെ പരാതികൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ എത്ര കോർപ്പറേഷൻ ഉണ്ട്? 6 കോർപ്പറേഷൻ ഉണ്ട്. 5 കോർപ്പറേഷൻ നമ്മളിത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതിന് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ, അന്ന് നമ്മളിത് കേട്ടിട്ടുണ്ടോ? ഇല്ല. എവിടെങ്കിലും നമ്മളിത് കേട്ടി? ഇനി കോർപ്പറേഷൻ പോട്ടെ, മുനിസിപ്പാലിറ്റി കേട്ടിട്ടുണ്ടോ? പഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? എങ്ങും നമ്മൾ കേട്ടിട്ടില്ല. കേൾക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ BVR അവിടെ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ജനങ്ങൾക്ക് അതാണ് ധനുഷ വേണ്ടത്. ഇപ്പൊ എന്റെ ഇവിടെ ഒരു വെള്ളക്കെട്ടുണ്ടായി, ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ മേയർ നമ്മളെ വന്ന് ആശ്വസിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മുടെ കൺമുമ്പിൽ വെച്ചെടുക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് തോന്നുന്നത് രാഷ്ട്രീയമല്ല, പകരം ഒരു വിശ്വാസമാണ്. വിശ്വാസവും രാഷ്ട്രീയം രണ്ടും രണ്ടാ. ആ ഒരു വിശ്വാസമാണല്ലോ. ആ വിശ്വാസം ആർജിച്ചെടുക്കാൻ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് VV രാജേഷിന് കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനിയിപ്പോ ഈ VV രാജേഷ്, ഞാൻ ഇപ്പൊ തന്നെ പറയുന്നു,
ഒരു 5 വർഷം കഴിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാര് BJPയുടെ ഒരു ലിസ്റ്റ് മുഖ്യമന്ത്രിമാർ ആരൊക്കെ ആകണമെന്ന് പ്രഖ്യാപിച്ചാൽ അതിൽ 1ാം പേരുകാരൻ BV രാജേഷ് ആയിരിക്കും. ഈ പ്രവർത്തകരും അനുഭാവികളും ഒന്നടങ്കം പറയും, സാധാരണപ്പെട്ട നിഷ്പക്ഷമതികളും പറയും BVR നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് പറയും. നല്ല സുന്ദരമായിട്ട് ഭരണം കൊണ്ടുപോകുന്നില്ലേ? പിന്നെ ഈ തറക്കളിക്ക് അയളവെല്ലാനും പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, BJPയുടെ ഒരു ഭാഗം തന്നെയാണത്. കാരണം ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ആ ഒരു വ്യക്തി ഇത് കയറി ഇരിക്കുന്നത്. അല്ലാതെ ഒരു പക്ഷേ BJP ശ്രീലേഖ ആയിരുന്നു ഇവരുടെ കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ എങ്കിൽ ശ്രീലേഖയൊക്കെ പണ്ടേക്ക് ഇവരുടെ അടുത്ത് കൊടുത്തുപോയാണ്. പക്ഷെ രാജേഷിന്റെ അടുത്ത് കാരണം രാജേഷിനെ അറിയാം ഇവരുടെ എല്ലാം. അതാ പറഞ്ഞത്, രാജേഷിനെ എതിരിടാൻ തക്ക കപ്പാസിറ്റി ഈ പ്രതിപക്ഷത്താർക്കും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ കാണണം. ശരിയാണ്, പ്രതിപക്ഷത്തിന്റെ ജോലി എന്ന് പറയുന്ന എതിർക്കേണ്ടതാണ്. എതിർക്കുമ്പോൾ കൃത്യമായി എതിർത്തില്ലെങ്കിൽ പണി വാളിപ്പോവും. അതാണ് ഈ പാർലമെന്റ് ഈ പ്രതിപക്ഷം ചീറ്റിപ്പോകുന്നതിന്റെ കാര്യം. നല്ല ചാൻസുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് BJPയെ പണിയാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ BJPക്കെതിരെ വിരൽ ചൂണ്ടാനായിട്ട്. പക്ഷെ ആ ചാൻസുകൾ അവർ കളയുകയും ബാലിശമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഈ രാഹുൽ ഗാന്ധിയൊക്കെ തേഞ്ഞൊട്ടിപ്പോകുന്നത്. നല്ല വിഷയങ്ങൾ വരുമ്പോഴത്തേനും അത് ഫൂളിഷ്നെസ് ആയുള്ള കാര്യങ്ങളാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത്. പക്ഷെ നല്ല നല്ല അനവധി വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങൾ ഇവർ മൗനം പാലിക്കുകയും ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അറിയില്ല. അതാ പറഞ്ഞത്, കാത്തിരിക്കുക. ഇപ്പൊ ഒരു BV രാജേഷിനെതിരെ അല്ലെങ്കിൽ ആ കോർപ്പറേഷനെതിരെ ഒരു അഴിമതിയാണ് എന്നുണ്ടെങ്കിൽ ജനം കൂടെ നിൽക്കും. അതല്ലാതെ 10-60 കൊല്ലം ഈ കേരളത്തിൽ കടന്ന് കാണിച്ച പേക്കൂത്തരങ്ങൾ തന്നെ പിന്നെയും കാണിച്ചുകൊണ്ടിരുന്നാൽ പട്ടിയുടെ വില പോലും ആരും തരത്തില്ല. ഞാൻ പറയുക, ഇത് വിദ്യാസമ്പന്നരല്ല. അതിനകത്ത് ഇരിക്കുന്നതൊക്കെ എല്ലാ കൗൺസിലർമാരും വിദ്യാഭ്യാസമുള്ളവരാണ്, സംസ്കാരമുള്ളവരാണ്, നല്ല ഡ്രസ്സ് ഇടുന്നില്ലേ? അതുപോലെ തന്നെ വിവരം കൂടെ കുറച്ചൊക്കെ കാണിക്കണം. ഈ അലമ്പ് പണി കാണിക്കണം. പ്രതിഷേധിക്കാമല്ലോ, പ്രതിഷേധിക്കുന്നതിനൊന്നും ഒരു ജനം വെറുക്കുന്നുണ്ട് ഈ ഇങ്ങനത്തെ പ്രതിഷേധങ്ങൾ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പൊളിറ്റിക്സിനെ ജനം ഇഷ്ടപ്പെടുന്നുണ്ട്, രാഷ്ട്രീയം ജനത്തിന് ഇഷ്ടമാണ്. ഇതിനൊക്കെയുള്ള ഊളത്തരം ജനം വെറുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും വീട്ടിലിരിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ പണ്ട് തെറി വിളിച്ച് നടന്നവന്മാരും ഗുണ്ടായസം കാണിച്ചവരും തുണി ഉരിഞ്ഞിട്ട് ആടിയവരും ഒക്കെ ഇപ്പൊ വീട്ടിൽ ഒരു ഗതിയില്ലാതെ കൂടെ നടക്കുന്നില്ലേ? പട്ടി വിലയാണ് അവർക്കുള്ളത്. അവരെ പറയുമ്പോൾ ഇപ്പോൾ ട്രോളാണ്. ഒരു കാലത്ത് കേരളത്തിലെ ഈ CPM-നൊക്കെ കിടുകിട വിറപ്പിച്ചില്ല, കേരളത്തെ തന്നെ കിടുകിട വിറപ്പിച്ചിരുന്ന പല നേതാക്കളുണ്ട്. പിണറായി വിജയൻ, K. സുധാകരൻ. ഇന്ന് അവരൊക്കെ ട്രോൾ കഥാപാത്രങ്ങളായി മാറിയിരിക്കുക. പണ്ട് ഈ ജനാർദ്ദനൻ വില്ലനായിരുന്നു, പിന്നീട് അദ്ദേഹം ഇപ്പൊ വില്ലനാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ തന്നെ ഇപ്പൊ ബുദ്ധിമുട്ടാ അല്ലെ? ആരെങ്കിലും വിശ്വസിക്കുവോ? നമ്മുടെ ജനാർദ്ദനനൊക്കെ ഭീമൻ രഘു ഒക്കെ വില്ലനായിരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ വിശ്വസിക്കില്ല. കാരണം അവർക്ക് അതൊരു കോമഡി പീസുകൾ മാത്രമാണ്, ഇല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന കലാകാരന്മാർ മാത്രമായി മാറും. അതുപോലെ ആയി മാറിയിരിക്കുന്നു. അതാണ് പറയുന്നത്, ഇനി അത് മാറണം. ഏതായാലും കോർപ്പറേഷൻ ഭരണം BJPയുടെ നിന്ന് ഈ 5 കൊല്ലത്തേക്ക് കളയാൻ കഴിയില്ല. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അത് ജനത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് അന്നേരം നമുക്ക് ചർച്ച ചെയ്യുന്ന വിഷയമാണ്.